5 തവണ ലോക ചാമ്പ്യന്മാർ, കാൽപന്തിൻ്റെ സുൽത്താൻമാർ. കാലറിപ്പട ഇന്ന് പ്രീ ക്വാർട്ടറിലെ നിർണായക പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. പക്ഷേ ഇത്തവണ ബ്രസീൽ ആരാധകരുടെ നെഞ്ചിടിപ്പ് സാധാരണയേക്കാൾ ഇരട്ടിയാണ്. കാരണം ചരിത്രത്തിൽ ബ്രസീലിന് ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരേയൊരു ടീം, ആ നോർവേയാണ് മറുപുറത്ത്. പോരാത്തതിന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഗോൾഡ് ശീലമാക്കിയ, ഇപ്പോൾ ലോകകപ്പിലും എതിരാളികളുടെ വല കുലുക്കുന്ന എർലിംഗ് ഹാലൻഡ് എന്ന സൂപ്പർ താരമാണ് കാർലോ ആഞ്ചലോട്ടിയുടെ പ്രതിരോധ നിരക്ക് മുന്നിലെ ഏറ്റവും വലിയ ഭീഷണി. പരിക്കും ഫോമില്ലായ്മയും ബ്രസീൽ ക്യാമ്പിനെ ഉലയ്ക്കുമ്പോൾ ഈ കടുപ്പമേറിയ വെല്ലുവിളി മറികടക്കാൻ കാനറികൾക്ക് സാധിക്കുമോ? ചരിത്രം തിരുത്താൻ ബ്രസീൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾ? നമുക്ക് നോക്കാം. ചരിത്രത്തിൽ ഇതുവരെയും ബ്രസീലിന് നോർവേയെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ 4 തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. അതിൽ ഒരു മത്സരം ലോകകപ്പിലുമായിരുന്നു. 1988 നടന്ന സൗത്ത് മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. 77 സൗത്ത് മത്സരത്തിൽ ബ്രസീലിനെ 4-2 നോർവേ തോൽപ്പിച്ചു. 88 ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലും ജയം നോർവേക്കൊപ്പമായിരുന്നു. 2-1 നോർവേ ബ്രസീലിനെ വീഴ്ത്തിയത്. ഏറ്റവും ഒടുവിലായി 2006 ആഗസ്റ്റ് 16 ഇരു ടീമും മുഖാമുഖം എത്തിയത്. ഈ പോരാട്ടം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. ബ്രസീലിനെ സംബന്ധിച്ച് പരിക്ക് ഒരു വലിയ തലവേദനയാണ്. റാഫിഞ്ഞ പ്രീ ക്വാർട്ടറിൽ കളിക്കാൻ സാധ്യത കുറവാണ്. ഏറ്റവും ഒടുവിലായി ലൂക്കസ് പക്വറ്റയും പരിക്കേറ്റ് പുറത്തായി. ജപ്പാനെതിരെ മത്സരത്തിനാണ് പക്വറ്റയ്ക്ക് പരിക്കേറ്റത്. ലോകകപ്പിലെ ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം പക്വറ്റയ്ക്ക് നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ട്. പക്വറ്റയുടെ കാൽ തുടക്കി പരിക്കേറ്റതോടെ കാർലോ ആഞ്ചലോട്ടിയുടെ പദ്ധതി എന്താണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്വറ്റയുടെയും റാഫീഞ്ഞയുടെയും അഭാവത്തിൽ എങ്ങനെയാവും ബ്രസീൽ നോർവേയുടെ വെല്ലുവിളി മറികടക്കുകയെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാസമിറോയ്ക്ക് ജപ്പാനെതിരെ മത്സരത്തിനിടെ പരിക്കേറ്റിരുന്നു. എന്നാൽ അദ്ദേഹം പ്രീ ക്വാർട്ടർ കളിക്കും. ഇത്തരത്തിൽ ഫിറ്റ്നസ് നിലവാരം നോക്കുമ്പോൾ ബ്രസീൽ അല്പം പിന്നിലാണെന്ന് തന്നെ പറയാം. സൂപ്പർ താരം നെയ്മറിന്റെ പരിക്കും ബ്രസീലിന് കടുത്ത ഭീഷണിയാവുകയാണ്. നെയ്മർ ഫിറ്റ്നസിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴും മുഴുവൻ സമയം കളിക്കാനുള്ള ഫിറ്റ്നസിലേക്ക് അദ്ദേഹത്തിന് എത്താനായിട്ടില്ല. ആഞ്ചലോട്ടി പകരക്കാരന്റെ റോളിലാണ് നെയ്മറെ കളിപ്പിച്ചിരിക്കുന്നത്. ജപ്പാനെതിരെ നെയ്മർ കളിപ്പിച്ചതുമില്ല. എന്നാൽ നിർണായകമായ പ്രീ ക്വാർട്ടറിൽ നോർവേക്കെതിരെ നെയ്മറെ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ പ്രതീക്ഷിക്കാം. പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ നെയ്മർക്ക് സാധിച്ചിട്ടില്ലെങ്കിലും നെയ്മറുമായി മുന്നോട്ട് പോകാൻ പരിശീലകൻ ആഞ്ചലോട്ടി നിർബന്ധിതനാവുകയാണ്. എൻട്രിക്കിന് നിർണായക റോൾ ആഞ്ചലോട്ടി നൽകിയേക്കും. കൂടാതെ വിനീഷ്യസ് ജൂനിയറിന്റെ പ്രകടനവും ബ്രസീലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വിനീഷ്യസ് മികച്ച ഫോമിൽ കളിക്കുന്നത് ബ്രസീലിന്റെ പ്രതീക്ഷ ഉയർത്തുന്നതാണ്. കാസമിറോ മധ്യനിരയിൽ ഫോമിലേക്ക് വന്നത് ടീമിന് കരുത്തേക്കുന്നുണ്ട്. ജപ്പാനെതിരെ നിർണായക പ്രകടനം കാഴ്ചവെക്കാൻ കാസമിറോയ്ക്ക് സാധിച്ചു. എന്നാൽ താരത്തിനും ജപ്പാനെതിരെ മത്സരത്തിനിടെ പരിക്കേറ്റിരുന്നു. എന്നാൽ പരിക്ക് ഗുരുതരമല്ലെന്നും പ്രീ ക്വാർട്ടറിൽ കാസമിറോ കളിക്കുമെന്നാണ് റിപ്പോർട്ട്. നിലവിലെ ഫോമിൽ നോർവേ ബ്രസീലിനെ കടുത്ത വെല്ലുവിളി തീർക്കുമെന്ന് ഉറപ്പാണ്. ഹാലൻഡിനെ പോലെ ഏത് സാഹചര്യത്തിലും ഗോളടിക്കാൻ കെൽപ്പുള്ള താരം ബ്രസീലിന് കടുത്ത ഭീഷണിയാണ്. ഐവറി കോസ്റ്റിനെതിരെ ഗോൾ നേടിയതോടെ ഏറ്റവും വേഗത്തിൽ 60 അന്താരാഷ്ട്ര ഗോൾ നേടുന്ന താരമായി ഹാലൻഡ് മാറിക്കഴിഞ്ഞു. വെറും 53 മത്സരത്തിൽ നിന്നാണ് ഹാലൻഡിന്റെ ഈ നേട്ടം. ബ്രസീലിന്റെ പ്രതിരോധ നിര അല്പം ദുർബലമാണ്. ഇതിനെ മുതലാക്കാൻ ശേഷിയുള്ള താരങ്ങളുടെ സംഘമാണ് നോർവേ. എന്തായാലും പ്രീ ക്വാർട്ടറിൽ ഏറ്റവും ശക്തമായ വെല്ലുവിളിയാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത്. ചരിത്രം നോർവേക്കൊപ്പമാണ്. നിലവിലെ ഫോമും അവർക്ക് അനുകൂലമാണ്. പരിക്കിന്റെ പിടിയിലായ മധ്യനിരയും പൂർണ്ണ ഫിറ്റ്നസില്ലാത്ത നെയ്മറും ആഞ്ചലോട്ടിക്ക് മുന്നിലെ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. പക്ഷേ ഒന്നു മാത്രം ഓർക്കുക, ഇത് ബ്രസീലാണ്. പ്രതിസന്ധികളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ കാനറിപ്പടയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. വിനീഷ്യസിന്റെ വേഗതയും എൻട്രിക്കിന്റെ വീര്യവും ഒപ്പം മാന്ത്രികത കാട്ടാൻ നെയ്മറും ചേരുമ്പോൾ നോർവേയുടെ കോട്ട തകരുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ജപ്പാനെതിരെ കളിച്ച കളി പോരാ നോർവേ വീഴ്ത്താൻ. ബ്രസീൽ തങ്ങളുടെ ഏറ്റവും മികച്ച പോരാട്ട വിജയം തന്നെ പുറത്തെടുക്കേണ്ടി വരും. ചരിത്രം തിരുത്തി ബ്രസീൽ ക്വാർട്ടറിലേക്ക് മുന്നേറുമോ അതോ ഹാലൻഡിന്റെ നോർവേ കാനറികളെ വീഴ്ത്തുമോ? കാത്തിരുന്ന് കാണാം.